ചേട്ടനിന്ന് ആദ്യത്തെ വഞ്ചി കിട്ടിയില്ല അല്ലേ? അത് കിട്ടിയില്ല മാഷേ. ആവാ വേട്ടെ വിനോദേ, ബസ് ഇപ്പൊ പോവും. ബസ് മാഷ ഒന്നും കൊണ്ടുപോവാതെ ബസ്സൊന്നും പോവില്ല. അല്ല വിനോദേ, അതെ കൃത്യനിഷ്ഠ പാലിക്കാത്ത ഒരു അധ്യാപനം നല്ല ചീത്തപ്പേര് വീഴാതിരിക്കാനാ. മാഷിക്ക് നല്ല പേര് തന്നെയാണ്, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുറച്ചു നേരം നല്ലൊരു തോർച്ച കിട്ടിയല്ലേ? ഓ, രാത്രി എന്തായിരുന്നു മഴ. ഞാൻ ചായ എടുക്കാം മാഷേ. ആ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വിജയം. ലോഡ് ഷെഡിങ്ങിന് നാളെ വിരാമം. SSLC പരീക്ഷാ ഫലം ഇന്ന്. മാഷേ, ഈ തവണ നമ്മുടെ സ്കൂളിൽ 100% വിജയം ഉറപ്പല്ലേ? വിനോജേ, വിനാശകാലെ വിപരീത ബുദ്ധി. ഈ ജൻസി പിള്ളേർക്ക് ഒരു ആകാശമില്ലേ ഭൂമിയില്ല. പിന്നെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ് സാറേ. അപ്പം എങ്ങനെയാ ഇത്തവണയും ഹാർഡ്രിക്ക് അടിക്കുകയല്ലേ? ഓ, താൻ പാതി ദൈവം പാതി എന്നൊക്കെയല്ലേ പറഞ്ഞേ. നോക്കാം സാറേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ് സാറേ. ഇത്തവണയും 100% വിജയം അല്ലേ മാഷേ? എല്ലാം ദൈവം തരുന്നതല്ലേ സാറേ. നമ്മളോട് അധ്വാനിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓ, 10 മണി. മാഷ് ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു. പക്ഷേ വരുൺ മാത്രം. മാഷ് അവനെ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സ്കൂളിന് ഈ ചീത്തപ്പേര് വരില്ലായിരുന്നു. ശരിയാ. യെസ്, ഗുഡ് മോർണിംഗ്. ഓൾ സിറ്റ് ഡൗൺ എക്സെപ്റ്റ് വരുൺ. സാറേ, ഞാൻ എന്താ ചെയ്തേ? അധ്യാപകർ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികൾ എണീറ്റ് നിൽക്കുന്നത് കുട്ടികളിൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനമൊന്നും മൂല്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. നീ എന്താ കാണിച്ചേ? സോറി സാറേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
നീ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇരുന്നാൽ മതി. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? ഇന്നലെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട 3-4 പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഞാൻ പറയാം സാർ. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്. വരുൺ, പ്ലീസ് ബി സീറ്റഡ്. താങ്ക് യു സാർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി നമുക്ക് നോട്ട് എഴുതാം അല്ലേ? എല്ലാവരും നോട്ട്ബുക്ക് എടുക്ക്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular. Varun, what happened? Where's your notebook? സാറേ എനിക്ക് നോട്ട്ബുക്ക് ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ പുറത്തു പോയി നിൽക്ക്. വേറെ അങ്ങ് പോയേക്കരുത്, അവിടെ തന്നെ നിന്നോണം. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. Into a sovereign, socialist. So that's all for today. നാളെ നിങ്ങളൊരു കാര്യം ചെയ്തേക്കണം. ഹോംവർക്കായിട്ട് ഈ പ്രിയാമ്പിള് ഒരു അസൈൻമെൻ്റ് ആക്കി കൊണ്ടുവരണം. ഓക്കെ എന്നാൽ ഓക്കെ, താങ്ക് യു. വരുൺ, ഇതെന്താ ഇത്? ഇനി മേലെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കണം. ഇനി നീ ബുക്ക് കൊണ്ടിരാതെ ക്ലാസ് വന്നിരുന്ന പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോകേണ്ടി വരും. ഓക്കെ, ശരി. സാറേ, ആ സാറ് ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഓ, എന്ത് പറയാനാ ടീച്ചറെ. ഈ ന്യൂജൻ പിള്ളേർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അവർക്ക് അവരുടെയൊക്കെ രീതിയാന്നേ. അവനൊന്നും പഠിക്കാൻ കഴിവില്ല എന്നിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്ത് ചെയ്യാനാ? നോക്കാം. മാഷേ, ആ പ്രിൻസിപ്പൾ വിളിക്കുന്നു. ആണോ? ഞാൻ പോയിട്ട് വരാം. മേ കമ്മിങ് സാർ? യെസ്. ഗുഡ് മോർണിംഗ് സാർ. മാഷ് മാനേജർ വിളിച്ചിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇരിക്ക്. മാഷ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇല്ല അച്ചോ. മാഷ പഠിപ്പിക്കുന്ന വരുൺ എന്ന വിദ്യാർത്ഥി റിസൾട്ട് വന്നപ്പോൾ തന്നെ ജീവനൊടുക്കി. മാഷ് പലപ്പോഴും ആ കുട്ടിയെ ഹരാസ് ചെയ്യാറുള്ളതാണ് പുറത്തൊരു സംസാരം. അച്ചോ, വരുൺ പഠിക്കാൻ മിടുക്കനായ കുട്ടിയാണ്. അവൻ ഇങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയില്ല. മാഷ തൽക്കാലം സ്റ്റാഫ് റൂമിൽ റെസ്റ്റ് ചെയ്യ്. ഞാൻ വിളിപ്പിക്കാം. താങ്ക് യു. ശരി അച്ചോ. ഊഹാപോഹങ്ങളൊക്കെ കെട്ടട കെട്ടിയച്ചു, എന്നിട്ടാകാം നടപടിയൊക്കെ. അതെ, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. PT പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞു. വാർഡ് മെമ്പർ എന്താ പറയണേ? എനിക്കും അത് തന്നെ പറയാനുള്ളൂ അച്ഛ. പിന്നെ മാഷ് പറഞ്ഞല്ലോ, ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല. നമുക്ക് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, എന്നിട്ടാവാം ബാക്കി നടപടികളൊക്കെ. മാഷേ, എന്തിനാ പ്രിൻസിപ്പൾ വിളിപ്പിച്ചത്? ഇനി നമ്മുടെ വരുൺ ഒരിക്കലും വരില്ല സാർ. ഓ മൈ ഗോഡ്. മാഷേ, ഈശ്വര, എന്തേ കേക്കണേ? അതിന് മാഷിനെ ഞാൻ ആ കുട്ടിയെ ഹരാസ് ചെയ്തുകൊണ്ടാ അവനെ ഈ കടുങ്കൈ ചെയ്തെന്ന് എല്ലാവരും പറയണത്. ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കഥയിൽ. മാഷേ, സാരില്ലേ മാഷേ?
ഞങ്ങളുടെ കുട്ടിയുടെ മരണത്തിൽ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും അനധ്യാപകർക്കും കുട്ടികൾക്കും നല്ല വിഷമമുണ്ട്. പക്ഷെ വേറെ ഊഹാപോഹങ്ങളുടെ പുറത്ത് മാഷിനെതിരെ നടപടിയെടുത്താൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. തൽക്കാലം നിങ്ങളൊന്ന് പിരിഞ്ഞു പോകണം. ഞങ്ങൾ ഇപ്പോൾ പോകുന്നു, പക്ഷെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും അച്ചോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പി വെച്ചിട്ടില്ലേ? ഉണ്ട് സർ, കൂടാതെ സമ്മറി റിപ്പോർട്ട് കൂടി ഉണ്ട്. ഓക്കെ. ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ സർ. ഇരിക്കൂ. ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ എങ്ങനെയുണ്ട് അച്ഛൻ? ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ച് നേരത്തെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്ന് വലിയ ബഹളം വെച്ചിട്ട് പോയായിരുന്നു. അച്ഛനൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കോപ്പി വെച്ചിരുന്നില്ലേ? അതിൻ്റെ കൂടെ ഒരു സമ്മറി കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. അപ്പോൾ ഞാൻ ഇറങ്ങിക്കോട്ടെ അച്ഛൻ. ഓക്കെ, താങ്ക് യു. സബേ, ആ ജോയി മാഷ് വരാൻ പറ. മാഷേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഏകാന്തതയുടെ തടവിൽ നിന്നും മോചിപ്പിക്കാൻ ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു. വിമോചകർക്ക് സ്വാഗതം. ഇരിക്കൂ. വിരഹദുഃഖത്തിന്റെ നീർച്ചുഴിയിൽ നിന്നും സുരേഷനെ രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോ എപ്പോഴായിരുന്നു രേഷ്മയുടെ ഫ്ലൈറ്റ്? 4 മണിക്ക്. ആ, എടാ വരുണേ, എന്താ അച്ഛാ? നാളെ 10 മണിക്ക് റിസൾട്ട്. ഫുഡ് കഴിച്ച് വേഗം പോയി കിടന്നോളൂ. ആ ശരി അച്ഛാ. എടാ വല്ലാത്ത ടെൻഷനടാ. അത്യാവശ്യമായിട്ടാന്ന്. എടാ സ്റ്റോക്കിലടാ, ഭയങ്കര ടൈറ്റാണ്. നീ വിചാരിച്ചാ നടക്കും. റെഡി, ക്യാഷ് തരാന്ന്. ചോദിക്കണ തരാം. നീ സാധനം സംഘടിപ്പിച്ചോണ്ടെന്നേ. ശരിയെന്നാ. ഇനി ഒരു വർഷത്തേക്ക് ക്രോണിക് ബാച്ചലറാ അല്ലേ സുരേഷ് ഏട്ടാ? സുരേഷ് ഫ്രീ ബേഡാ, ഫ്രീ ബേഡ്. ക്രോണിക് ബാച്ചിലർ ആയാലും ഫ്രീ ബേഡ് ആയാലും ബി ഹാപ്പി, എൻജോയ് ലൈഫ്. വരുണേ, ആ ആരാണ് നോക്കി? അതെന്റെ ഫ്രണ്ടാ അച്ഛാ. സംസാരിച്ചിട്ട് വേഗം പോ. ആ ശരി അച്ഛാ.
എൻ്റെ മോൻ മിടുക്കനാ. അവൻ പൈലറ്റായിട്ട് വേണം എനിക്ക് ലോകമൊക്കെ ഒന്ന് കറങ്ങി കാണാൻ. ആ സുനീഷേ, സുരേഷ് ഓഫായിടാ. നമുക്ക് പോവാടാ. എന്നാ ഇതങ്ങോട്ട് തീർക്കട്ടെ. എന്നാ തീർക്കടാ. എന്നാ നമുക്കിനി പോവാം. പാവ അവിടെ കിടന്നുറങ്ങട്ടെ. നമുക്ക് പോവാം, ശല്യം ചെയ്യണ്ട. വാ. എടാ, വീഴരുത്, വീഴരുത്. എടാ, നീ എന്നെ ഇട്ടേച്ച് പോവാണോ? എടാ, ഭയങ്കര ഞാൻ പറഞ്ഞടാ. അച്ചോ, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ജോയി മാഷ ഈ വഴിക്കൊക്കെ? ഞാൻ അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താ വിശേഷം? ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ടൂർ പോകാൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ പെർമിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അച്ചോ. ഈ മഴയത്താ? ഈ മഴയത്ത് പോകാനാണ് കുട്ടികൾക്ക് ഇഷ്ടം അച്ചോ. എൻ്റെ മാഷിൻ്റെ ആത്മാർത്ഥ അല്പം കൂടി പോകുന്നുണ്ടോയെന്ന് എൻ്റെ സംശയം. ഇതിപ്പോൾ ആര് റിസ്ക് എടുക്കും? അത് അച്ഛൻ അനുവദിച്ചാൽ പോകും, അല്ലെങ്കിൽ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാം. അതല്ലേ നല്ലത്. ശരി അച്ഛാ, എന്നാ ഞാൻ പോണു. അങ്ങനെ ചെയ്യാം. ശരി എന്നാ, ഓക്കെ. മാനേജ്മെന്റിന്റെ തീരുമാനം വളരെ ശക്തവും വ്യക്തവുമായിരുന്നു. മാഷിന്റെ നിരപരാധിത്വം തെളിഞ്ഞിരിക്കുന്നു. ഈശ്വര, താങ്ക് യു അച്ചോ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു, താങ്ക് യു. അപ്പം ശരി എന്നാ, താങ്ക്സ്. ശരി അച്ചോ.